Hi friends, welcome to Health and Voyage. So ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ. But if I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my head, under my bed. Think you're something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head. കോഴിക്കോട് ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു വീടിൻ്റെ മുകളിൽ ഒരു 8-10 പറവപ്രാവിനെയൊക്കെ വളർത്തുന്ന ഒരു പയ്യൻ്റെ കൂടെയാണുള്ളത്. അപ്പം പയ്യനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. എന്താ പേര്? അഭിജിത്ത്. എത്ര നാളായി പ്രാവ് വളർത്തൊക്കെ തുടങ്ങി? ഓക്കെ. എന്തൊക്കെ ടൈപ്പ് പ്രാവുള്ള? കുറച്ച് പറവപ്രാവ്, പിന്നെ സാക്ഷി നാടൻ പ്രാക്കളൊക്കെ. എങ്ങനെ പ്രാവിനോട് ഇങ്ങനെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി? അത് ഒരു വീട്ടിൽ ബസ് കണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. പറവയാണ് കൂടുതലും ഉള്ളതല്ലേ? ഒരു നല്ലൊരു പറവയെ കണ്ടാൽ നീ എങ്ങനെ തിരിച്ചറിയുന്നത്? അതിന്റെ കണ്ണ്, ഞാൻ പ്രാവിന്റെ ചിറക് കണ്ണെങ്ങനെയാ? കണ്ണ് ഇതിന്റെ കണ്ണ് ഇതാ, ഇതൊരു പറവപ്രാവാണ്. ഓക്കെ. ഈ 8-10 മണിക്കൂർ പറക്കുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ പറക്കണ പ്രാവിന്റെ കണ്ണെങ്ങനെയായിരിക്കും എന്നാ? ഇത് ചില വില കണ്ണുണ്ട്. ഇതിപ്പോ ചോരക്കണ്ണത്തെ പ്രാവാണിത്. ഇതാണോ ഇവിടത്തെ ഏറ്റവും പറക്കണ പ്രാവ്? ഇതാ. പന്തയത്തിനൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല, കാണുന്നു പോയില്ല. പിന്നെ കുറച്ച് പ്രാക്കൾ അവിടെ ഉണ്ട്. ഇത് കണ്ടപ്പോഴാ ഇതെന്തിനാ ഇങ്ങനെ 2 എണ്ണം മാത്രം ഇട്ടിരിക്കണ? ഇങ്ങനെ അത് ഈ പ്രാവി ഞങ്ങളൊരു ജോഡിയാക്കാൻ വെച്ച പ്രാക്കളാണ്. ഓ, ജോഡിയാക്കാനായിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കണത് അല്ലേ? കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഇട്ടാലും ജോഡിയാവുമെന്നാണ് ഇവിടുത്തെ രീതി. കുറച്ചുകൂടെ ഇത്തിരി വലിപ്പമുള്ള ഒരു കേജിൽ മെയിലിനെയും ഫീമെയിലിനെയും ഇട്ടിരിക്കുക. പിന്നെ അവിടെയും ഒരു 3 എണ്ണം കിടപ്പുണ്ടല്ലോ. ഇത് കുഞ്ഞന്മാര് പറപ്പിക്കാനുള്ള പ്രാക്കളൊക്കെ ഞങ്ങൾ വെയിലൊക്കെ കൊണ്ടാ. അതിനെപ്പറ്റി പഠിക്കണം. വാ. ഇപ്പൊ പ്രാവുകളെല്ലാം പറന്ന് നടക്കുകയാണ്. ഇതെന്തിനാ ഇങ്ങനെ വെച്ചാല് ഈ പ്രാക്കളെ ചെടിനകത്ത് ഇട്ടാൽ ഞങ്ങള് വെയിലൊക്കെ കൊണ്ട്. പിന്നെ ഈ ഇതൊക്കെ പുതിയ പറവ കുഞ്ഞുങ്ങളാ? ഇതൊക്കെ പുതിയ കുഞ്ഞന്മാരാ. അവിടെ പറപ്പിക്കാനുള്ള പ്രാക്കളാണ്. ആദ്യം ഇങ്ങനെ സ്ഥലം കണ്ട് പരിചയപ്പെടാനായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണല്ലേ? ഇവിടെ എപ്പോഴൊക്കെ തുറന്നു വിടാറുള്ളത്? ഞങ്ങള് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ. വൈകിട്ടേ തുറന്നു വിടാം, പകലൊന്നും വിടാറില്ല അല്ലേ? പകലങ്ങനെ. ഇപ്പൊ പയ്യന്റെ കൂട് സെറ്റപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ചെറിയ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇത് 4 കല്ല് അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അഭിജിത്ത് എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 10th. ഓക്കെ. ഈ 10-20 പ്രാവുണ്ടല്ലോ, ഇതൊക്കെ വാങ്ങാൻ പൈസയൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത്? 10-5 റുപ്യ എടുത്ത് വെച്ചിട്ട് വാങ്ങണം, പൈസ കൂട്ടി വെച്ച് വാങ്ങണം. ഓക്കെ. പ്രാവിനോട് എങ്ങനെ താല്പര്യം വന്നേ? ഓരോരുത്തരെങ്ങനെ വളർത്തുന്ന കണ്ടിട്ട് അങ്ങനെ വളർത്തിയത്. നീ എന്തൊക്കെയാണ് ഫുഡായിട്ട് കൊടുക്കാറുള്ളത്? ഞാൻ ഗോതമ്പ് എടുക്കും, പിന്നെ ചോളം മാത്രം. ഓ, ഇവിടെ ഹോളുണ്ടല്ലേ? അതൊക്കെ ഇത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരെല്ലാം ഒരു രസമായിട്ട് ഇങ്ങനെ കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പ്രാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? പ്രാവിനെ വളർത്തുന്നവർ ആരായിട്ടാണ് ഞങ്ങളൊക്കെ ഇതിൽ പോറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല.
ആളങ്ങനെയൊക്കെ വളർത്തല് ആരായിട്ടാണ് വളർത്തുന്നത്. നമ്മളെ വരുമാനത്തിന് അങ്ങനെ പ്രതീക്ഷിക്കണമെന്നില്ല. നമ്മളിങ്ങനെ ഇതിന് വളർത്തുക, ക്രൈസിന് വളർത്തും. വളർത്തുക, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വളർത്തിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എത്ര ടൈമൊക്കെ പറന്നിട്ടുണ്ട് ഇവിടെ ഉള്ള പ്രാവ്? മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഇനി വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വലിയ ലെവലിലേക്ക് എത്തും. അങ്ങനെയൊക്കെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ വീണ്ടും വരാം. ഇപ്പോൾ തുറന്നു വിട്ട് വളർത്തുന്ന ചെറിയൊരു സെറ്റപ്പിൽ ഒരു 10-20 പ്രാവുള്ള ഒരു വീടാണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാമറ വിഷ്വൽസൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചേർത്തത്. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഇതേപോലെയൊക്കെ ഒരു 5-6 പ്രാവിനെയൊക്കെ വീടിൻ്റെ മുകളിലൊക്കെ വളർത്തുക കേട്ടോ. ചെറിയ പൈസയ്ക്കുള്ള കൂടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.